അതിരപ്പള്ളിയിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടിയുടെ മസ്തകത്തിലും മുറിവ്. ഇന്ന് രാവിലെയാണ് 15-ാം ബ്ലോക്കിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. വിശദാംശങ്ങളുമായി ലിഷോയ് ചേരുകയാണ്. ലിഷോയ്, ഈ ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിരപ്പള്ളിയിൽ ഒരു മസ്തകത്തിൽ മുറിവേറ്റ ഒരു ആന, ആ ആനയാണ് അതിന് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് വാർത്തകൾ. പക്ഷേ അതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ 15-ാം ബ്ലോക്കിൽ കണ്ടെത്തിയത്. തോട്ടത്തിനകത്താണ്, പ്ലാന്റേഷൻ തോട്ടത്തിനകത്താണ് ആനയെ കണ്ടെത്തിയത്. ഈ കുട്ടിയാനയുടെ ജഡം പരിശോധിച്ച സമയത്താണ് ആനയുടെ മസ്തകത്തിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയത്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടെത്താനായി കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന നടത്തി. ആ സമയത്ത് തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു ആനക്കൂട്ടം ഈ ആനക്കുട്ടി ചെരിഞ്ഞു കിടക്കുന്ന ഇടത്തേക്ക് എത്തുകയും അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കും തന്നെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. ആ ആനക്കൂട്ടത്തെ അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം മാത്രമാണ് പിന്നീട് ഇനിയിപ്പോൾ അടുത്ത നടപടികൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആ ആനക്കുട്ടിയുടെ ജഡം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഇനി കൂടുതൽ ആനകൾക്ക് സമാനമായ രീതിയിൽ മസ്തകത്തിൽ ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ കൂട്ടത്തിൽ നടന്നിരുന്ന കുട്ടിയാന എങ്ങനെയാണ് ചെരിഞ്ഞതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. മസ്തകത്തിൽ പരിക്കേറ്റ സംഭവം ഇതിപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നു.